ഹലോ, നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദവമായിട്ടുള്ള പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം പറയട്ടെ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ബഹുമാനമുള്ള കേരള ഹൈക്കോടതി, ബഹുമാനമുള്ള ചെന്നൈ ഹൈക്കോടതി. അപ്പോൾ ചെന്നൈ ഹൈക്കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും 2-3 സുപ്രധാനമായിട്ടുള്ള വിധികളാണ്. ആ റൂളിങ് കേരള ഹൈക്കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന ഒരു റൂളിങ് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ ഹൈക്കോടതി വേറൊരു റൂളിങ്ങും പാസ്സാക്കിയിട്ടുണ്ട്. ഈ 2 റൂളിങ് അതോടൊപ്പം തന്നെ മറ്റ് ചില ആനുകാലികമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സൊസൈറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോഴും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ കേരള ഹൈക്കോടതികളുടെയും മദ്രാസ് ഹൈക്കോടതിയുടെയൊക്കെ വിധി ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള 1-2 വിധികളെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ചെന്നൈ ഹൈക്കോടതി ഏറ്റവും അവസാനമായിട്ട് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത് പീഡന കേസുകളിലെ പ്രതികളായിട്ട് വരുന്ന കേസിലെ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ട റെമഡീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധിന്യായമാണ്. അപ്പോൾ അതിൽ പറയുന്നത് FIR എന്ന് പറയുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ നാന്ദി കുറിക്കലാണ് ഈ FIR എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഒരു കേസ് രജിസ്ട്രേഷൻ ചെയ്യുക. അതിൻ്റെ രസീത്, അതിലുള്ള വകുപ്പുകൾ, അതിലുള്ള നിയമങ്ങൾ, അതിൻ്റെ സംഭവ ചുരുക്കം എന്നിവ ചേർത്തുകൊണ്ട് ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് FIRലൂടെയാണ്. ഒരു ക്രൈമിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ക്രൈമിൽ വാദിയുടെ പേര്, മേൽവിലാസം എന്നിവയെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി പ്രതി ആരാണ്, ചിലപ്പോൾ പ്രതിയെ അറിയാമെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അൺനോൺ ആണെങ്കിൽ അറിഞ്ഞുകൂടാമെങ്കിൽ അൺനോൺ എന്നുള്ള പ്രതിയുടെ മേൽവിലാസത്തിൻ്റെ കോളത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. എപ്പോഴും തന്നെ FIRൽ പരാതിക്കാരൻ്റെ ഒരു പേരും മേൽവിലാസവും വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ടാണ്. എന്നാൽ പ്രതിയുടെ ഡീറ്റെയിൽ സബ്സിക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ വരാം. അൺനോൺ ആണെങ്കിൽ ആ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അൺനോൺ എന്നുള്ള ആയിരിക്കും കോളത്തിൽ എഴുതുന്നത്, പ്രതിയുടെ മേൽവിലാസം രേഖപ്പെടുത്തുന്നത്. അപ്പം ചെന്നൈ ഹൈക്കോടതിയുടെ ആ തന്ത്രപ്രധാനമായിട്ടുള്ള വിധിയിൽ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു രേഖ, ഒരു നയം വ്യക്തമാക്കിയിരിക്കുന്നത് സ്ത്രീ പീഡന കേസുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീയുടെ മേൽവിലാസം FIRൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിജീവിതയായിട്ടുള്ള വിക്ടിംസിനെ വളരെയധികം അവരുടെ രഹസ്യ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ ആ പരാതിക്കാരിയുടെ ഭാവിയെ ബാധിച്ചേക്കാവുന്ന, അല്ലെങ്കിൽ പരാതിക്കാരിയുടെ അന്തസ്സിനെ ഹനിക്കാത്ത വിധത്തിൽ ആ FIR രജിസ്ട്രേഷനിൽ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ വിക്ടിംസിൻ്റെ മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല എന്ന് ഒരു നിർദ്ദേശം, ഒരു ടേണിംഗ് പോയിൻ്റ്, വളരെ പ്രധാനപ്പെട്ട സ്ത്രീ പീഡന, ബലാത്സംഗ കേസുകളിലൊക്കെ സൊസൈറ്റിക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു ലാൻഡ്മാർക്ക് വിധിയാണ് ചെന്നൈ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. കാരണം ഈ സാധാരണ കേസുകൾ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പരാതിക്കാരൻ ആരാണ്, അല്ലെങ്കിൽ പരാതിക്കാരി ആരാണ്, അവരുടെ മേൽവിലാസമാണ് വ്യക്തമായിട്ട് FIRൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടായിട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെ പരാതിക്കാരിയായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ റെസ്പെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, പക്ഷേ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പീഡന സംഭവമായിരിക്കും അവർക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പരാതിക്കാരിയുടെ മേൽവിലാസം രേഖപ്പെടുത്താതെ തന്നെ പ്രതിക്കെതിരായിട്ട് പരാതി ബോധിപ്പിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനുമുള്ള ഒരു അവകാശം, ഒരു ലാൻഡ്മാർക്ക് ടേണിംഗ്, ഒരു ലാൻഡ്മാർക്ക് ഡിസിഷൻ ആയിട്ട് വളരെ മാറ്റങ്ങൾ സമൂഹത്തിൽ നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ, അപ്പോൾ ആ പാവപ്പെട്ട പരാതിക്കാരികളായിട്ടുള്ള വിക്ടിംസിന് അവരുടെ സ്റ്റാറ്റസ് നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന്, അവരുടെ അന്തസ്സ് ആഭിജാത്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ കേസ് സംരക്ഷിക്കുന്നതിന്, കേസ് നടപടികൾ ആരംഭിക്കുന്നതിന് സഹായകമാകുന്ന ഒരു വിധിയാണ് ചെന്നൈ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 10 days ആയിട്ടുള്ളൂ ആ ഒരു ലാൻഡ്മാർക്ക് ഡിസിഷൻ ബഹുമാനമുള്ള ചെന്നൈ ഹൈക്കോടതി ഡിക്ലെയർ ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഹൈക്കോടതി
വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് ഡിസിഷനെല്ലാം ഈ അടുത്ത കാലത്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലൊന്നാണ് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോൾ പമ്പുകളിൽ സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കോ മറ്റുള്ളവർക്കോ ഉപയോഗിക്കുന്നത് അത് സ്വകാര്യ സ്വത്ത് പോലെ, അല്ലെങ്കിൽ അത് അവരുടെ പബ്ലിക്കിൻ്റെ ഒരു അവകാശം അല്ല എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ കേരള ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. അതിന് രണ്ട് റിസൾട്ട് ഉണ്ടെന്നാണ്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് പബ്ലിക്കിൻ്റെ സഹായത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് അത് പമ്പ് ഉടമകളുടെ വകയായതിനാൽ തന്നെ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ വകയായതിനാൽ തന്നെ അതൊരു പബ്ലിക് റൈറ്റായിട്ട് ഉപയോഗിക്കാനുള്ള റൈറ്റ് അല്ല എന്നുള്ള രീതിയിലാണ് ഒരു ഡിസിഷൻ വച്ചിരിക്കുന്നത്. പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏറ്റവും അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടോയ്ലറ്റ് സംവിധാനം എന്നുള്ളത്. അപ്പം എല്ലാ പമ്പുകളിലും അത് ഉണ്ട് താനും. അപ്പം യാത്ര ചെയ്ത് പോകുന്ന സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അത്യാവശ്യക്കാർക്ക് അത് ഉപയോഗിക്കുന്നതിന് അനുവാദം കൊടുക്കേണ്ടതാണ്. പക്ഷേ ബഹുമാനമുള്ള ഹൈക്കോടതി അത് ഒരു പബ്ലിക് റൈറ്റായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എല്ലാം പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും അത് പബ്ലിക്കിന് ഏറ്റവും അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ അതൊരു പബ്ലിക് റൈറ്റായിട്ട് ഉപയോഗിക്കാൻ പെർമിഷൻ കൊടുക്കുന്നതായിരുന്നു നല്ല സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് എന്നുള്ളതിന് സംശയമില്ല എന്നുള്ളതാണ്. ആ ഒരു ലാൻഡ്മാർക്ക് ഡിസിഷനും ബഹുമാനമുള്ള കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ചെന്നൈ ഹൈക്കോടതി മൊത്തത്തിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയിലൂടെ ഒരു ലാൻഡ്മാർക്ക് ഡിസിഷൻ ചെന്നൈ ഹൈക്കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വിധിന്യായങ്ങളും തന്നെ സമൂഹത്തിൻ്റെ രണ്ട് തട്ടിലുള്ള, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന, പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന, എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം നാളെ ഉപകാരം കിട്ടിയേക്കാവുന്ന വിധിന്യായങ്ങളാണ്. ഇത് എല്ലാവരിലേക്കും ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഈ വിധിയുടെ പല കാര്യങ്ങളും പലർക്കും അറിയത്തില്ല എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പുതിയ കോടതികളുടെ വിധിയെക്കുറിച്ചുള്ള ഡിസ്കഷനും നമ്മുടെ വീഡിയോയിലുണ്ട്. നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ തലവര മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സന്ദേശം എല്ലാ വ്യക്തികളിലേക്കും, എല്ലാ അഭിഭാഷകരിലേക്കും, എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ എത്തിക്കുക. അവരും ഈ കാര്യങ്ങൾ അറിയട്ടെ, അവരുടെ ചിന്തയിലേക്ക് ഈ കാര്യങ്ങൾ വരട്ടെ. അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് യൂസ്ഫുള്ളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം യാതൊന്നും വേണ്ട.